ഓ നമോ ഭഗവതേ വാസുദേവായ. അത് ഏകത്രിംശോധ്യായക. ഈ അധ്യായത്തിൽ അമ്മയുടെ ഉദരസ്ഥിതമായ ജീവന് ദേഹപ്രാപ്തി ഉണ്ടാകുന്നത് ഗർഭസ്ഥ ജീവന്റെ ഭഗവത് സ്തുതി, ജീവന്റെ ബാല്യാദി അവസ്ഥകളിലുള്ള കേശവർണ്ണനം. ശ്രീ ഭഗവാനുവാച കർമ്മണ ദൈവനേത്രേണ ജന്തുദേഹോപപത്തേ ശ്രീയാ പ്രവിഷ്ട ഉദരം പുംസോരേത കണാശ്രയാക കല്ലം തൂയേകരാത്രേണ പഞ്ചരാത്രേണ ബുൽബുലം ദശാഹേന തു കൽക്കണ്ടു പേശണ്ടം വാ തദപ്പരം മാസേന തു ശിരോതു ദോഭ്യാം ബാഹു അംഗാദി അംഗവിഗ്രഹാഃ നഹലോമാസ്തി ചർമാണി ലിംഗചിത്രോദ്ഭവശ്രീഭിഃ ചർബീദാദവസത്ത പഞ്ചഭി ശൂദ്രോദ്ഭവഃ ഷഡ്ഭിജരായുണാവീത കുക്ഷോഭ്രാമിരി ദക്ഷിണേ മാധുർജക്താനപാനാദി ഏതദ്ധാതുരസമ്മതേ ചേദേവിന്മിത്രയോർഗർത്തേ സാ ജന്തു ജന്തു സംഭവേ ക്രീംഭീഷത സർവാംഗ സൗമാര്യാത് പ്രദക്ഷിണം വൃച്ഛാം ആപ്നോതി ഉരു ക്ലേശ തത്ര ദേശുരിതേർമുഹു കടു തീഷ്ണ ഉഷ്ണ ലവണ രൂക്ഷ അമ്ലാദിഭീരുൽബണൈ മാതൃഭുക്തേ ഉപസ്പൃഷ്ട സർവാംഗോത്തിത വേദനഃ ഉൽബ്ധേന സൗഹൃദസ്തസ്മിൻ അന്ത്രേ ച ബഹിരാവൃതഃ ആസ്തേ കൃത്വാ ശിരാകുക്ഷോ ഭുഗ്നപൃഷ്ട ശിരോധരഃ അകൽപസ്വാംഗചേഷ്ടായാം ശകുന്ത ഇവ പഞ്ചരേ തത്ര ലബ്ധസ്മൃതി ദൈവാത് കർമ്മജന്മ സരോദ്ഭവം സ്മരൻ ദീർഘം അനുച്ഛാസം ശർമ്മ കിം നാമ വിന്ദതേ ആരംഭേ സപ്തമാൻ മാസാത് ലബ്ധബോധോ വിവേപിതഃ നൈഗത്രാത്തേ സുദീവാദേഹി വിഷ്ടാ ഭൂരിവ സോദരഃ നാദമാന ഋഷീർവീര സപ്തവദ്രീകൃതാഞ്ജലി സ്തുവീദം വിക്ലവായ വാചായേനോദർപ്പിതം ഗന്ധർവാച തസ്യോപസന്നം അവിദും ജഗതിച്ഛയാർത്ത നാനാതനോർഭൂവി ചരണാരവിന്ദം സോഹം വ്രജാമി ശരണം ഹി അഹുതോ ഭയം മേ യേനേ ദൃശീഗതിരാദർശ്യ സനോനുരൂപാ യസ്തത്ര ബന്ധൈവ കർമ്മവിരാവൃതാത്മാ മൂതേന്ദ്രിയാശയമയീ അവലഭ്യമായാം ആസ്തേ വിശുദ്ധം അവികാരം അഖണ്ഡബോധം ആദപ്യമാന ഹൃദയേ വസിതം നമാമി യാ പഞ്ചഭൂതരജിതേ ഹൃദേ ശരീരേ ചന്നോയതേന്ദ്രിയ ഗുണാർത്ഥ ചിദാത്മഗോകം തേനാവിഹുണ്ട മഹിമാനം ഋഷിം തമേനം വന്ദേ പരം പ്രകൃതി പൂരുഷയോ പുമാംസം എന്മയായോരു ഗുണകർമ്മ നിബന്ധനേസ്മിൻ സാംസാരികേ പരിചരം സരവിശ്രമേണേ നഷ്ടസ്മൃതി പുനരയം പ്രവണീതലോകം യുക്താകയാ മഹദ അനുഗ്രഹം അന്തരേണ ജ്ഞാനം യദേതേതദാർക്കലമസ്സദേവ ത്രൈകാലികം സ്ഥിരചരേഷു അനുവർത്തിതാംശക തം ജീവകർമ്മ പദവി അനുവർത്തമാനക താപത്രയോപശമനായ വയം ഭജേമേ ദേഹി അന്യദേഹേ വിവരേ ജഡരാഗ്നിനാ സൃഗ് വിമൂത്രകൂപപരിതോ പൃഷതപ്തദേഹാക ഇച്ഛന്നിതോ വിവസിതും ഗണയൻ സ്വമാസൻ നിർവാസ്യതേ കൃപണദീ ഭഗവൻ കഥാനു യേനേന്ദ്രിശീംഗതിമസോ ദശമാസേശ സംഗ്രാഹിത പുരുദയേന ഭവാദൃശേന സേനൈവ ദുഷ്യതു ഹൃദേന സദീനനാദഃ കോ നാമ തത്പ്രതിവിനാഞ്ജലിം അസ്യ കുര്യാത് പശ്യതേയം ധിഷ്ണയാനനു സപ്തവദ്രി ശാരീരകേദമ ശരീര പരസ്വദേഹ യത്സൃഷ്ടയാസം തമഹം പുരുഷം പുരാണം പശ്യേ ബഹിർഹൃദി ച ചൈത്യമിവ പ്രതീതം സോകം വസന്ന വിവിഭോ ബഹുദുഃഖവാസം ഗർഭന്ന നിർജിഗമിഷേ ബഹിരന്ധകൂപേ യത്രോപയാലം ഉപസർപ്പതി ദേവമായ മിഥ്യാമൃതിൽ യദനു സംസൃതി ചക്രമേതത് തസ്മാദകം വിഗത വിക്ലവ ഉദ്ധരിഷേ ആത്മാനം ആസു തമസാ സുഹൃതാത്മനേവ ഭൂയോ യദോ വ്യസനമേതേത് അനേകരദ്രം മാമേ ഭവിഷ്യദുപാസിത വിഷ്ണുപാദാഃ കപിലോവാച ഏവം ഗ്രമരി ഗർഭേ രസമാസേ സുവൻ ഋഷീഃ സദ്യൈഷിവത്യവാജീനം പ്രസുത്യേ സൂതിമാരുതഃ തേനാവസൃഷ്ട സഹസാ കൃതവാക്സ് ശരീരം ആതുരാഃ
विनिष्क्रमाधिकृच्छेन निरच्चासो हरस्मृतिः पतितो भूवि असङ्मूत्रे विष्टा भूरिव चेष्टते रोरूयदि गदे ज्ञानी विपरीतां गतिं गदग परचन्दन्न विदुषा पुष्यमाणो जनेन सह अनभिप्रेतमापन्न प्रत्याघातुम् अनीश्वरः सायुधोचुति पर्यङ्गे जण्डो सदेजभूषिते नेशकण्डुयनेङ्गाना आसन्नोतान चेष्टने तुरन्दीयाम त्वजं दंस शकोत्मत्कुणादयाः रुदन्दं विगिदज्जानं कृमया कृमिगं यदा इत्येवं शैशवं भुक्ता दुःखं बहुगण्डमेव च अलदा बिभसितो अज्ञानाद् इदमन्यु सुजार्पितः सहदेनेन मानेन वर्धमानेन मन्युना करोति विग्रहं कामी कामिषु अन्धाय चात्मनः भूते पञ्चविरारद्धे देहे देहि अबुधो सकृत् अहं ममेदि असद्ग्राह करोति कुमतिर्मदीं तदर्थं गुरुदे कर्म यद्बन्धो यादि संसृति योनुयादि ददक्लेशम् अविद्या कर्मबन्धनक यशस्भिः पदि पुनः शिष्णोदर कृतोद्यमैः आसिदोरमदे जन्तु तमो विशदि पूर्ववद् सत्यं सौजं दया मौनं बुद्धि श्रीः यश क्षमा शमोदमो बहस्येदि यत्सङ्गाद्यादि संशयम् तेषु असन्दासु मूढेषु खण्डितादात्मासु असाधुषु सङ्गं न गुर्याशोजेषु योषि क्रीडा मृगेषु च नाददास्य भवेन्मोहो बन्धश्च अन्यप्रसङ्गतः योषि सङ्गात् यथा पुंसो यदा तत्सङ्गिसङ्गतः प्रजापतिस्वां दुहितरं दृष्ट्वा तद्रूपदर्शितः रोहिभूतां सन्नदावद् कृच्छरूपि अलत्रभाः तत्सृष्टसृष्टेषु को नु अखण्डितदी पुमान् ऋषि नारायण हृदे योषिन्मयेकमायया बलमे पश्य मायाया श्रीमया जैनो दिशा या करोति पदाक्रान्तन् भूविजृम्भेण केवलं सङ्गन्न गुर्या प्रमदा सुजातु योगस्य पारं परमारुरुचुः मत्सेवया प्रतिलब्धात्मलाभो वरन्त्या निरय द्वारमस्ये योपायादिशनिर्माया योषिन् देवविनिर्मिता तामीक्षदात्मनो मृत्युं तृणैकूपं निवावृतम् या मन्यते पतिमोहाद् मन्मायानिशमायति श्रीत्रं श्रीसङ्गदा प्राप्तो वित्तापत्ये गृहपदं तामात्मनो विजानीयात् पत्यपत्ये गृहात्मकं देवोपसालिनं मृत्युं मृगयोर्गायनं यदा देहेन जीवभूतेन लोकान् लोकम् अनुव्रजन् बुद्ध्यान एव कर्माणि करोतु अविरतं पुमान् जीवो हि अस्यानुगो देहो भूतेन्द्रियमनोमयः तन्निरोधस्य मरणम् आविर्भावस्तु सम्भवः ययोपलब्धिसानस्य द्रव्यक्षयो गदा यदा तत्पञ्चत्वं अहमानाद् उल्पत्ति द्रव्यदर्शनं यदा क्षणो द्रव्यवयवदर्शन योग्यदा यदा तदेव चक्षुषा द्रष्टु दृष्टत्योगत्यदानयोगो तस्मान् कार्यं सन्द्रास न कार्पण्यन्न सम्भ्रमः बुद्ध्वा जीवगतीन्दीरो मुक्तसङ्गस्सरेदिगा सम्यक् दर्शनया बुद्ध्या योगवैराग्ययुक्तया माया विरचिते लोके शरण्यस्य कलेवरं सम्यक् दर्शनया बुद्ध्या योगवैराग्ययुक्तया माया विरचिते लोके शरण्यस्य कलेवरं श्रीहरे नमः इति श्रीमद्भागवते महापुराणे कपिलोपाख्याने जीवगतिर्नाम एकत्रिंशोऽध्यायः गोपिका जीवनस्मरणं गोविन्द गोविन्द जय सद्गुरुनाथ महाराज की जय।